അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഇന്ന് 4-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 4-ാമത്തെ ക്ലാസ്സിൽ ഫിഖ്ഹിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കൊരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പുറകിലായിട്ട് വേറൊരാൾ കൂടി കയറി വന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ പോയി നിസ്കരിച്ചു. മദീനത്തെ പള്ളിയിൽ നമസ്കാര ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ റസൂൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം മടക്കി. ഇയാള് ഇരുന്ന് നബിയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കാൻ തുനിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കണം. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചല്ലോ നബിയെ. അപ്പൊ നബി പറഞ്ഞിട്ടു, ഇല്ല, നീ നിസ്കരിച്ചിട്ടില്ല, ഒന്നും പോയി നിസ്കരിച്ചിട്ട് വാ. അപ്പൊ ഇയാള് വീണ്ടും നമസ്കരിക്കാൻ തിരിച്ചു പോവുകയും അയാൾ നേരത്തെ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിസ്കരിച്ച് തിരിച്ചു വരികയും ചെയ്തു. എന്നിട്ട് നബിയുടെ അടുക്കൽ വന്ന് ഇരിക്കാൻ തുനിഞ്ഞപ്പോ നബി പറഞ്ഞു, ഇല്ല, ആയിട്ടില്ല, നീ നിസ്കരിച്ചിട്ടില്ലല്ലോ, നീ പോയി നിസ്കരിച്ചിട്ട് വരൂ. ഇങ്ങനെ ഇത് 3 തവണ ആവർത്തിച്ചപ്പോ ഇയാൾ പറഞ്ഞു, നബിയെ, എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ അറിയുള്ളൂ, ഇനി ഇതിനപ്പുറം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. സത്യസന്ദേശവുമായി അങ്ങേ അയച്ച അള്ളാഹു തന്നെയാണ് സത്യം, ഇതിനപ്പുറം എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ നമസ്കരിക്കുന്നതിനായി നിന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. അതിനുശേഷം ഖുർആനിൽ നിന്നും നിനക്ക് സാധ്യമായത്, നിനക്ക് മനഃപ്പാഠമുള്ളത് നീ ഓതണം. ശേഷം നീ കുനിഞ്ഞ നിലയിൽ അല്പം അടങ്ങി നിന്നുകൊണ്ട് റുക്കൂ ചെയ്യണം. പിന്നീട് തല പൊക്കി നേരെ നിവർന്നു നിൽക്കുക. തുടർന്ന് സാഷ്ടാംഗത്തിലായിക്കൊണ്ട് അല്പം അടങ്ങി കഴിയും വിധം സുജൂദ് ചെയ്യുക. പിന്നെ അല്പം അടങ്ങി കഴിയും വിധം ശാന്തമായി ഇരിക്കുക. പിന്നീട് എല്ലാങ്ങളിലും ഇങ്ങനെ തന്നെ ചെയ്യുക. ഇമാം ബുഖാരി ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസാണ് നിങ്ങൾ കേട്ടത്. എന്താണ് ഈ ഹദീസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായത്? ആരെങ്കിലും അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഹദീസ് കേട്ടിട്ട് മനസ്സിലായ എന്താണ്, അല്ലെങ്കിൽ എന്താണ് മനസ്സിലായത്? ആരുമില്ലേ? ഞാൻ പേര് വിളിക്കുന്നു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. പറഞ്ഞോളെ. നിസ്കാരം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ തർത്തീബോടെ നിസ്കരിക്കണമെന്നാ. ഭയഭക്തിയും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നുള്ള ആ ഓർമ്മയോടെ നിസ്കരിക്കുമ്പോഴാണ് നിസ്കാരം സഹിയാവുന്നത്. ഓക്കെ, പിന്നെ ഇനി ആർക്കാണ്? അസ്സലാമലൈക്കും. പിന്നെ നിസ്കാരത്തിന്റെ നിയമങ്ങൾ അതുപോലെ പാലിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം സ്വീകരിക്കില്ല. നമുക്ക് ഒരുപാട് സമയമില്ല. അഭിപ്രായം പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും പറയാണ്ടെങ്കിൽ ഒരാൾക്ക് കൂടെ പറയാം. പേര് പറഞ്ഞിട്ട് പറയാട്ടാ അഭിപ്രായം. ആരെങ്കിലും ഉണ്ടോ? അസ്സലാമലൈക്കും. നമ്മ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനോടുള്ള ഒരു സംസാര നിസ്കാരം
സുജൂദിലും റുക്കുവിലൊക്കെ അത് ധൃതി കൂട്ടാതെ കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കാതെ സമയമെടുത്ത് സുജൂദിലോട്ടും റുക്കുവിലോട്ടൊക്കെ പോകണം. അങ്ങനെ നിസ്കരിക്കണം എന്നാണ്. അത് റുക്കുവിലോട്ട് പോകുമ്പോൾ നമ്മുടെ പുറത്ത് ഒരു ഗ്ലാസ് വെച്ചാൽ അത് ആ വെക്കാനുള്ളൊരു അവിടെ ഉണ്ടാവണം. അതായത് ആ നൃത്തം അങ്ങനെ ആയിരിക്കണം. അതായത് നമ്മളൊന്ന് അങ്ങോട്ട് കുമ്പിട്ട് നിൽക്കണം. അതാണ് ശ്രദ്ധയോടുകൂടി അള്ളാഹിനോടുള്ള സംസാരമാണെന്നുള്ളൊരു ഇതിൽ നമ്മൾ നിസ്കരിക്കും. മാഷാ അല്ലാഹ്. ഇതിൽ എല്ലാവരും പറഞ്ഞതും ശരിയായ ഉത്തരങ്ങളാണ്. നമ്മുടെ നമസ്കാരം പടച്ചവൻ സ്വീകരിക്കണ്ടോ എന്ന് നമ്മുടെ മുന്നിൽ നിന്ന് നോക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ ഇപ്പോ നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ കൂടെയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ കുറിച്ച് ഉള്ള പാഠങ്ങളും അധ്യാപനങ്ങളുമാണ്. അപ്പൊ ആ അധ്യാപനങ്ങളാണ് നമ്മുടെ നമസ്കാരത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിയാണോ അല്ലയോ? നീ ശരിയായിട്ടില്ല എന്നല്ല നബി പറഞ്ഞത്, നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ഗൗരവമുള്ള കാര്യമാണ്. നമസ്കാരം സ്വീകരിക്കപ്പെടും എങ്ങനെയെങ്കിലും കടമ കഴിച്ചു കൂട്ടുക എന്ന രീതിയിൽ അത് നിർവഹിച്ചാൽ പോരാ. മറിച്ച് പ്രവാചക വചനങ്ങൾക്ക് വിധേയമായി നബിയുടെ അധ്യാപനങ്ങൾക്ക് പാത്രമായി കൊണ്ട് നമ്മൾ നമസ്കരിച്ചാലാണ് നമ്മുടെ നമസ്കാരം യഥാർത്ഥ നമസ്കാരമാകുള്ളൂ എന്നാണ് പറഞ്ഞതിനർത്ഥം. അത് ബേജാറാവണ്ട, പഠിച്ചോനെ ഞാൻ എത്ര കാലം തെറ്റായോ, അങ്ങനെയൊന്നുമല്ല. പഠിച്ച തമ്പുരാൻ ഒരാളെയും അവർക്ക് കഴിയാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ പിടികൂടുകയില്ല എന്ന് റസൂല് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കൊരു അവസരമുണ്ട് ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. അതിന് ഏറ്റവും അടിസ്ഥാനപരമായ പുസ്തകം തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ പാരന്റ്സ് മദ്രസയിൽ ഫിഖ്ഹിന്റെ ക്ലാസ് ഉൾപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഫിഖ്ഹിന്റെ ക്ലാസ് ആണ്. നമസ്കാരം മാത്രമല്ല, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠന വിധേയമാക്കണം. ആ സ്ക്രീനും ഷെയർ ചെയ്ത് നിങ്ങളും ശ്രദ്ധിക്കാം. എന്താണ് ഫിഖ്ഹ്? എന്തിനാണ് ഫിഖ്ഹ്? ഇത് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? വേഗം വേഗം പറഞ്ഞോട്ടോ, നമ്മുടെ സമയം പോകുന്നുണ്ട്. ഇസ്ലാം പറഞ്ഞോളേ. ഫിഖ് എന്ന് പറയുന്നത് കേട്ടുള്ള കർമ്മശാസ്ത്രം എന്നുള്ള കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ദീനില് ഏത് പിന്നെ നമസ്കാരം, ആരാധനാ കർമ്മങ്ങള് ഏത് വിധത്തിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിവരിക്കുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് മനസ്സിലാക്കിയത്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ കർമ്മശാസ്ത്രം എന്നാണ് ഫിഖ്ഹ് എന്നതിന് സാധാരണ പറയാറുള്ളത്. ശരിക്കും ആ അറബി വാക്കിന്റെ അർത്ഥം അവഗാഹം അല്ലെങ്കിൽ മനസ്സിലാക്കൽ എന്നൊക്കെയാണ്. പിന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവമാണ് സക്കരിയ സലായി, മരിച്ചുപോയി, അല്ലാഹു യർഹമുഹു. അദ്ദേഹം മക്കയിൽ വെച്ച് ഞങ്ങൾ ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ അവിടെ അന്ന് ജാലിയാത്തില് പ്രബോധകനായി വർക്ക് ചെയ്യുന്ന കാലത്ത് എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ജീവിതം കളയേണ്ട ആളല്ല, നീ നാട്ടിൽ പോകണം. നാട്ടിൽ പോയി ഒരു വസിയത്ത് പോലെ ഹറമിന്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ ഹാജിമാരുടെയൊക്കെ കൂടെ നിന്ന് ഉള്ള സംസാരത്തിനിടയിലാണ് അദ്ദേഹം പറഞ്ഞത്, നാട്ടിൽ പോയി ആളുകൾക്ക് ഒന്നാമതായി ഖുർആൻ പറഞ്ഞു കൊടുക്കണം, രണ്ടാമതായി ആളുകൾക്ക് നീ ഫിഖ്ഹ് പറഞ്ഞു കൊടുക്കണം, മൂന്നാമതായി അവർക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് സാധാരണ ഒന്നാമതായി ഖുർആൻ, രണ്ടാമതായി ഹദീസ് അല്ലെ. അപ്പൊ ഞാന് അന്ന് ചെറിയ പ്രായമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഹദീസിന് മുന്നേ അങ്ങ് ഫിഖ്ഹ് പറഞ്ഞത് എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഫിഖ്ഹിലാണ് ഖുർആനും സുന്നത്തും ഉള്ളത്. ആളുകൾ അവരുടെ ജീവിതവുമായി നേരിട്ട് ഖുർആനും സുന്നത്തും ഇടപെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഫിഖ്ഹാണ്. അദ്ദേഹം പറഞ്ഞു തന്ന ഒരു വസിയത്ത് ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ഡിതന്മാരൊക്കെ ഊന്നി ഊന്നി പറഞ്ഞിട്ടുള്ളതാണ്. ഫിഖ്ഹിനെ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ചിന്തിക്കണം, ഫിഖിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഫിഖ് തിരിച്ചൊരു ശരീഅത്തിൽ എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്ന കാര്യങ്ങൾ വരെയുണ്ട്. അങ്ങനെ ഒരു ശാസ്ത്രശാഖനുണ്ട്, ഉസൂലുൽ ഫിഖ്, ഫിഖിന്റെ ആധാരങ്ങൾ, ഫിഖിന്റെ അടിസ്ഥാനങ്ങൾ.
ഖുർആനിൽ നിന്ന് ഒരു തെളിവെടുക്കുമ്പോൾ, ഹദീസിൽ നിന്ന് ഒരു തെളിവെടുക്കുമ്പോൾ, ഒരു കർമ്മത്തിനായി അത് ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ നോക്കൂ, നിങ്ങൾ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് മാറ്റി നിർത്താൻ പറ്റിയ ഒന്നല്ല ഫിഖ്. ഫിഖ് പഠിക്കുക എന്നുള്ളതാണ് ത്വലബുൽ മുസ്ലിമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ എന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ. എന്താ അതിന്റെ അർത്ഥം? ആരാന്ന് പറയാ? നമ്മൾ നമ്മുടെ ഉദ്ഘാടനത്തിന് പറഞ്ഞ ഹദീസാണ്. മുസ്ലിമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമി ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി. അറിവ് നേടൽ, അല്ലെ? അറിവ് നേടൽ നിർബന്ധമാണ്. ആ നിർബന്ധം ശരീഅത്തിൽ അവൻ, ഒരു മനുഷ്യൻ അവന്റെ നിത്യജീവിതത്തിൽ നിർവഹിക്കേണ്ട ആരാധനാ കർമ്മങ്ങളെ കുറിച്ചുള്ള അറിവ് നേടൽ അവൻ നിർബന്ധമാണ്. ഫരീളത്തുൻ എന്നാ പറഞ്ഞത്. അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, മുസ്ലിമിനും മുസ്ലിമത്തിനും ഒക്കെ അറിവ് നേടൽ നിർബന്ധമാണ്. എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാന് നമുക്കൊരിക്കലും പറ്റൂല എന്നാണ് ആ പറയുന്ന അർത്ഥം. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ എന്നാ പറഞ്ഞത്. ഒരു മനുഷ്യനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് ഏറ്റവും ആദ്യം കൊടുക്കുക എന്താണെന്നറിയോ? ഫിഖ്ഹാണ്, ഫഖാഹത്താണ്. മതത്തിലുള്ള അറിവ് അവന് നൽകും പടച്ചോൻ ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഒരു തൗഫീഖായിട്ട്, ആ അറിവ് നേടാനുള്ള ഒരു തൗഫീഖായിട്ട് നമുക്ക് കിട്ടുന്നു. അതാണ് ഫിഖഹിനെ കുറിച്ച് നമുക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത സ്ലൈഡ് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തിൽ നിന്നാണ് ഫിഖ് ഉണ്ടാകുന്നത്? എന്തിൽ നിന്നാണ് ഫിഖ് രൂപം കൊണ്ടിട്ടുള്ളത്? പ്രമാണങ്ങളിൽ നിന്നുമാണ് ഫിഖ് രൂപം കൊള്ളുന്നത്. അടിസ്ഥാന പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന പോലെ ആരാ ഒന്ന് വായിക്കുക? ഖുർആൻ, സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇജ്മാഅ്, ഖിയാസ്. വെരി ഗുഡ്. ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസുമാണ്. ഖുർആൻ എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാലും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നാലും ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മാ ഖാല റസൂലുള്ളാഹ്, അല്ലെ? നബി പറഞ്ഞ കാര്യങ്ങൾ. മാ അമില റസൂലുള്ളാഹ്, റസൂല് പ്രവർത്തിച്ച കാര്യങ്ങൾ. അതുപോലെ തന്നെ റസൂല് പ്രവർത്തിച്ച് പറഞ്ഞ് അതിനോടൊപ്പം എന്താണ്? റസൂല് അംഗീകാരം നൽകിയ കാര്യങ്ങൾ, അതുപോലെ പ്രവാചകൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഇതൊക്കെയാണ് സുന്നത്ത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. പിന്നെ ഇജ്മാ, മൂന്നാമത്തെ ഒരു കാര്യം. അതെന്താണ്? എന്താണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഇജ്മാ? മതകാര്യത്തില് ഖുർആനിലോ ഹദീസിലോ ഇല്ലാതെ വരുന്ന ഒരു സംഗതി, അത് മതപണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനൊരു ഫത്വ ഇറക്കുക. ഇതാണ് ഇജ്മാ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒരാൾക്കും കൂടി പറയാം. പണ്ഡിതന്മാർ തമ്മിൽ ഏകോപിച്ച് തീരുമാനത്തിലെത്തുന്ന കാര്യം. മായി നേരിട്ട് ഖുർആനിലോ ഹദീസിലോ പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പണ്ഡിതന്മാർ, സമകാലികരായ മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിപ്പിച്ച് ഒരു തീരുമാനമെത്തി. ആ തീരുമാനത്തിൽ ഇന്നതാണ് അതിലെ മതത്തിലെ വിധി എന്ന് ഖുർആനിനെയും സുന്നത്തിനെയും ആധാരമാക്കിക്കൊണ്ട് തീരുമാനമെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇജ്മാ എന്ന് പറയാം. അങ്ങനെ ഇജ്മാ എടുത്ത ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ഖാദിയാനി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശരീഅത്തിന് പുറത്താണ് എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ഉള്ള ഒരു കാര്യമാണ്. അവർ ഇസ്ലാമിക ശരീഅത്തിന് പുറത്താണ്. കാരണം ഇസ്ലാമിക ശരീഅത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഷഹാദത്താണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ വിശ്വസിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹിയില് അവര് വിചാരിക്കണം എന്താ വെച്ചാൽ മുഹമ്മദ് റസൂലാണ് അവസാനത്തെ പ്രവാചകൻ എന്നല്ല, അതിനുശേഷം പ്രവാചകൻ വരാണ്ട് എന്നൊക്കെയാണ്. അതൊരു വലിയ വിഷയമാണ്, അത് പോട്ടെ. അപ്പം മുസ്ലിം ഉമ്മത്തെ ഇജ്മായിലെത്തിയ വിഷയം എന്താ വെച്ചാൽ അവർ ശരിയത്തുൽ ഇസ്ലാമിയ എന്നതിന് പുറത്താണ്, അവർ വേറെ ശരീഅത്താണെന്നുള്ളതാണ് ഇജ്മാ. ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഫിഖഹിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. പിന്നെ ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിയാസ്
പറയാ? പറഞ്ഞോളെ. ആ ഫൗസിയ എന്ന് പറഞ്ഞ ആളുടെ മൈക്ക് മ്യൂട്ടാക്കുക, അല്ലെങ്കിൽ മറുപടി പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്ത ഒരു മതവിധി, അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തില് വേറെ മറ്റ് അതിനോട് ബന്ധപ്പെട്ട ഒരു ഖുർആനിലോ ഹദീസിലോ ഉണ്ടെങ്കിൽ അതുമായിട്ട് സാമ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ചുള്ള ഒരു തീരുമാനം എടുക്കുക. മാഷാ അല്ലാഹ്. അതായത് ഖുർആനിലും ഹദീസിലും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ മതവിധി കാണാൻ കഴിയാത്ത ഒരു കാര്യം, അതിലുണ്ടാവും. ഖുർആനിലും സുന്നത്തിലും ഉണ്ട്. ആദിവർത്തിയായ ഗ്രന്ഥമാണ് ഖുർആൻ. ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് മാർഗദർശിയായ ഗ്രന്ഥമാണ് ഖുർആൻ. ഇപ്പൊ ഖുർആനിനെയും ഹദീസിനെയും ബേസ് ചെയ്തുകൊണ്ട് സമകാലികമായ ഒരു വിഷയത്തിൽ, ഇപ്പൊ മയക്കുമരുന്നിന്റെ കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ള കള്ളിനെ കുറിച്ചല്ല പറഞ്ഞത്. പക്ഷെ അതേ മതവിധി ഇതിനും ബാധകമാക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ഫിഖ്ഹിൽ, അതിന്റെ മുസ്തലഹായ പേരാണ് എന്ത്? ഖിയാസ് എന്ന് പറയുന്നത്. ഇതാണ് ഫിഖ്ഹിന്റെ ആധാരങ്ങൾ എന്ന് പറയുന്നത്. ഫിഖ്ഹ് എന്തിൽ നിന്നാണ് രൂപം കൊള്ളേണ്ടത്? ഇതിൽ നിന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് കാണുന്ന ഫിഖ്ഹ് ഇതിൽ നിന്നാണോ രൂപം കൊണ്ടിട്ടുള്ളത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആരാ ഒന്ന് പറയാ? എല്ലാവരും ഇടപെടുക കേട്ടോ. കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഭയങ്കര അതപോടെ അച്ചടക്കത്തോടെ ഇരിക്കേണ്ട ആളുകള്, ഒന്നും ഉണ്ടാതെ. അത്ര അതവ് വേണ്ട ഇവിടെ. എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവുക, എന്നാലേ എനിക്കും ഒരു എനർജി ഉണ്ടാവുള്ളൂ. ഇല്ല, ആരാ പറയാ? പറഞ്ഞോളൂ. ഇന്ന് കാണുന്ന ഫിക്കുകൾ ഓരോ പ്രത്യേക ഗ്രൂപ്പുകൾ ഓരോരുത്തർ ഉണ്ടാക്കിയെടുത്ത ഫിക്കുകളാണ് ഓരോരുത്തരുടെ കയ്യിലുള്ളത്. ആ ശരി, അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കേ. അതിനെ നമ്മൾ പ്രത്യേക ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആരാ ഒന്ന് വായിക്കുക? ഹനഫി, ഷാഫി, മാലിക്കി, ഹംബലി. മദ്ഹബുകൾ എന്ന് പറയാം അല്ലെ? വോളിയം കുറവാണോ? എല്ലാവർക്കും അങ്ങനെയാണോ അതോ ഒരാൾക്ക് മാത്രമാണോ? മദ്ഹബുകൾ എന്ന് പറയാം. മദ്ഹബ് എന്ന് പറഞ്ഞാൽ സരണീനെ അർത്ഥമുള്ളൂ. ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിനെ അർത്ഥമുള്ളൂ, പോകുന്ന സ്ഥലം. അപ്പൊ മദ്ഹബ് എന്ന് പറഞ്ഞാല് ഒരു വഴി, സരണി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇങ്ങനെ കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഞങ്ങൾ ഹനഫി മദ്ഹബരാണ്, ഞങ്ങൾ ഷാഫി മദ്ഹബരാണ്, ഞങ്ങൾ മാലിക്കി മദ്ഹബരാണ്, ഞങ്ങൾ ഹംബലി മദ്ഹബരാണ്. കേട്ടിട്ടുണ്ടാവും അല്ലെ? കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ഇത് കേൾക്കാത്ത ആളുകളുണ്ടോ? അങ്ങനത്തെ ആരും ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ടെക്സ്റ്റ് ചെയ്താലും മതി കേട്ടോ. പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വേഗം ടെക്സ്റ്റ് എപ്പോഴും ഇങ്ങനെ കയ്യിൽ ഓപ്പൺ ആക്കി വെക്കുക. ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ആരും പ്രതികരിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ട് അല്ലെ? ശരി, നമ്മൾ ഇതിൽ ഏത് മദ്ഹബാണ് യഥാർത്ഥത്തില്? അല്ലെങ്കിൽ നിങ്ങൾ ഏത് മദ്ഹബ്? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ ഏത് മദ്ഹബാണ്. അറ്റൻഡൻസ് ഇനി ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്നൊന്നും അറ്റൻഡൻസിൽ ഇടരുത് കേട്ടോ. ഇത് മദ്ഹബിന്റെ സെക്ഷനാണ്. ആ അഡ്മിനൊന്ന് ശ്രദ്ധിക്കണം. ഇമാം ഷാഫി ഒക്കെ നമ്മളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കും. എല്ലാരും ഷാഫി മദ്ഹബരാ. മാഷാ അല്ലാഹ്, നമ്മൾ ഷാഫി മദ്ഹബരാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഷാഫി മദ്ഹബാണ്? ഷാഫി, എല്ലാരും ഷാഫിക്കാരാ. ഖുർആൻ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മദ്ഹബുർ റസൂൽ.
ശരി. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ഷാഫി മദ്ഹബ് ആണെന്ന് പറഞ്ഞത്? ഷാഫി മദ്ഹബ് എന്ന് ടൈപ്പ് ചെയ്ത ആരെങ്കിലും ഒന്ന് പറയോ? മദ്ഹബ് റസൂൽ ഷാഫി മദ്ഹബ് ആണെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞിരിക്കുന്നത് ആരാ ഒന്ന് പറയാം? ഇങ്ങനെ ഏതെങ്കിലും ഒരു മദ്ഹബിൽ പെടണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, ഷാഫി പറഞ്ഞ ആൾക്കാര് എന്തുകൊണ്ടാണ് അത് എന്ന് പറയും? മുഹമ്മദ് നബിയുടെ ഖുർആൻ സുന്നത്ത് ഒക്കെ പറഞ്ഞവരുണ്ട്. ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പൊ പേര് വിളിക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. പറഞ്ഞ ആളുകൾ ഷാഫി മദ്ഹബില് അത് നമ്മൾ കൂടുതലും ഫോളോ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഷാഫി മദ്ഹബിലെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യണം എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഹനഫി മദ്ഹബിൽ എടുത്താൽ അവര് നിസ്കാരത്തില് ആമീൻ പറയല്ലോ ഒച്ചയില്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ ഷാഫി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന കൂടുതൽ ആളുകൾ നമ്മള് തോന്നുന്നു. അങ്ങനെയാണ് അത് പറയല്. അങ്ങനെയാണോ? എന്തും കൂടി പറയാ. കേരളത്തില് പിന്നെ മതപരമായ ആചാരങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ സുന്നി സമൂഹം കേരളത്തിൽ പൊതുവെ അവലംബിച്ചു വരുന്നത് ഷാഫി ഫിഖ്ഹാണ്. അപ്പൊ ഞാനിപ്പം നെന്മാറ ഭാഗത്താണ് പ്രവർത്തിക്കുന്നത്, ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ ഏരിയയിലൊക്കെ ഹനഫികളാണ് കൂടുതൽ. ലബ്ബമാരൊക്കെ പിന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാട് ചെന്നൈ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ആളുകള് അവരാണ് ഈ ഹനഫി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ പുതുനഗരം, പാലക്കാടിന്റെ കുറെ ഭാഗങ്ങളില്, കോഴിക്കോട് കുറച്ച് ആളുകളുണ്ട്, പിന്നെ കാസർഗോഡ് ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് ലബ്ബ ഫാമിലിയിൽപ്പെട്ട കുറെ ആളുകൾ ആ ഭാഗത്തുണ്ട്. തൊടുപുഴയിൽ കുറച്ച് ആളുകളുണ്ട്. ഇങ്ങനെ ഹനഫി പിന്നെ ഫിഖ്ഹിനെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അതുപോലെ തന്നെ മാലിക്കി ഫിഖ്ഹിനെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. മാലിക്കി മദ്ഹബിന്റെ ഇപ്പം ബാംഗ്ലൂരിലൊക്കെ പോയ അവിടെ മാലിക്കി ഇമാമിന്റെ പിന്നെ ഫിഖ്ഹിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ ആമീൻ ഉറക്കെ പറയില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ ഹംബലി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം സൗദി അറേബ്യയിലൊക്കെ അവര് അവിടുത്തെ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരൊക്കെ ഒരു മസ്തർ മർജ ആയിട്ട് ഒരു അവലംബം എന്ന രീതിയിൽ കാണുന്നത് ഹംബലി മദ്ഹബിനെയാണ്. അപ്പൊ ഹംബലി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ശിഷ്യന്മാരും അദ്ദേഹവും ഒക്കെ പ്രചരിപ്പിച്ച എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള മദ്ഹബാണ്. അപ്പം ഇമാം ഷാഫി, ഇമാം പിന്നെ അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മദ്ഹബുകളായി അറിയപ്പെടുന്നത്. വേറെ ഒരുപാട് മദ്ഹബുകൾ ഉണ്ട്. അതിപ്പോ സുന്നികൾ എന്നറിയപ്പെടുന്നവരിലുള്ള മദ്ഹബുകളാണ്. അപ്പം ഈ പുസ്തകത്തിൽ നമ്മളിപ്പോ ഇവിടെ മദ്ഹബുമായി ബന്ധപ്പെട്ട കാണിക്കോ, ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മദ്ഹബുകളെ സംബന്ധിച്ച ഒരു ചർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമസ്കാരം നിർവഹിക്കേണ്ടത് മദ്ഹബ് പ്രകാരമല്ല, ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ അതാണ്, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോ ഈ പുസ്തകത്തിന്റെ ആമുഖം, പുസ്തകം എത്ര ആളുകളുടെ കയ്യിലുണ്ട്? നമ്മുടെ നബിയുടെ നമസ്കാരം സിഫത്തു സലാത്തു നബി ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി രചിച്ചതാണ്. അൽബാനി എന്നുള്ളത് നമുക്ക് പറയാം. അദ്ദേഹം ഈ പുസ്തകത്തിൽ പിന്നെ പുസ്തകങ്ങളിൽ ഓരോക്കെ ഒന്ന് എസ് ടൈപ്പ് ചെയ്യട്ടോ. പുസ്തകം നിങ്ങളുടെ കയ്യിൽ വേണം, അത് മസ്റ്റാണ്. കാരണം എന്താ വെച്ചാല് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പുസ്തകമാണ്. ചെറിയ പുസ്തകമാണ്, 220 രൂപയാണ് ഇതിന്റെ വില. നമുക്ക് വേണ്ടി പ്രിന്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ വെള്ളിയാഴ്ചയോടുകൂടി പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തും. തഫ്സീറിന്റെ ഒരു പുസ്തകം ഉണ്ടാവും, പിന്നെ അതുപോലെ ഈ പുസ്തകം ഉണ്ടാവും. നമസ്കാരം സ്ക്രീനിൽ കാണുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്, കാണും ഇൻഷാ അല്ലാഹ്. നമസ്കാരം എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. പിന്നെ ഒരു പുസ്തകം കിതാബു തൗഹീദ്. ഈ 3 പുസ്തകങ്ങൾ നിർബന്ധമായി നമ്മുടെ കയ്യിൽ വേണം. തഫ്സീറിനും ഹിഫ്ളിനും അവലംബിക്കാവുന്ന അമാനി മൗലവിയുടെ അമ്മ ജുസൈന്റെ പുസ്തകം നിങ്ങളുടെ കയ്യിൽ വേണം. നമസ്കാരം എന്നുള്ള പുസ്തകം വേണം. മറ്റേ പുസ്തകം കിതാബു തൗഹീദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പുസ്തകം നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. മസ്റ്റാണ് അത്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ദയവ് ചെയ്തിട്ട് സോഫ്റ്റ് കോപ്പി ഉണ്ട് എന്ന് പറയരുത്, PDF മതിയിലേ എന്ന് പറയരുത്. ഖുർആൻ തഫ്സീർ, വലിയ തഫ്സീർ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു മദ്രസ എന്ന രീതി നമ്മുടെ പാഠപുസ്തകങ്ങളാണിത്.
അപ്പൊ അതിൽ ഒരാൾ ഒരു വീഴ്ച വരുത്തരുത്. അതിനിപ്പം എല്ലാം കൂടെ കൂട്ടിയാൽ കുറഞ്ഞൊരു പൈസയാണ് നമ്മൾ വാങ്ങുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അത് നമുക്ക് ഇൻഷാല്ലാ നേരിട്ട് പറയാവുന്നതാണ്. അപ്പൊ ഈ പുസ്തകത്തില് അദ്ദേഹം അതിന്റെ മുഖദ്ദിമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ കുറിച്ച് മാർഗദർശനം നൽകുക എന്നത് മാത്രമാണ് ഈ ഗ്രന്ഥത്തിന്റെ വിഷയം. അതുകൊണ്ട് തന്നെ മുമ്പ് വിവരിച്ച കാരണത്താൽ ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക മദ്ഹബിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അതായത് ഏതെങ്കിലും ഒരു മദ്ഹബിനെ ഫോളോ ചെയ്തുകൊണ്ട് ആവരുത് നമസ്കാരത്തിന്റെ ഫിഖ്ഹിനെ പറയേണ്ടത്. നമസ്കാരത്തിന്റെ കർമ്മശാസ്ത്രം പറയുമ്പോൾ മദ്ഹബിനെ ഫോളോ ചെയ്യാൻ പാടില്ല. ഈ മദ്ഹബിനെ എന്തുകൊണ്ട് ഫോളോ ചെയ്യാൻ പാടില്ല? ഇമാം ഷാഫി നല്ല മനുഷ്യനല്ലേ, നല്ല മഹാനല്ലേ, ഹദീസുകൾ എത്ര 25,000 ഹദീസ് 2 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമാക്കിയ വ്യക്തിയല്ലേ, പണ്ഡിതനായിരുന്നില്ലേ? ഒക്കെ ശരിയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആദരണീയനായ പണ്ഡിതനാണ്, ഒക്കെയാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ആദരണീയനായ പണ്ഡിതനാണ്, ഇസ്ലാമിക സേവനത്തിന് വേണ്ടി ജയിൽവാസം വരെ അനുഭവിച്ച ആളാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന വാദത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ വ്യക്തിയാണ്. ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത വ്യക്തിയാണ്, ശരിയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബു ഹനീഫ, ഏറ്റവും ആദ്യത്തെ ഇമാം എന്നറിയപ്പെടുന്ന അദ്ദേഹം, ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച വ്യക്തികളാണ്. പക്ഷേ ഇവരെ അനുധാവനം ചെയ്യാനല്ല പോലും പറഞ്ഞത്. ഇമാം ഷാഫി പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇമാം അബു ഹനീഫ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം, മറ്റുള്ളത് തള്ളണം എന്ന് പറഞ്ഞിട്ടില്ല. ഇമാം മാലിക് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ കേൾക്കേണ്ടത്, മറ്റുള്ളത് നിങ്ങൾ തള്ളണം എന്ന് ഇമാം മാലിക് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബലും പറഞ്ഞിട്ടില്ല. ഒരു ഇമാമും പറഞ്ഞിട്ടില്ല ലോകത്ത് ഞാൻ പറഞ്ഞതാണ് ശരി, ബാക്കിയുള്ളവർ പറഞ്ഞതൊക്കെ ഒഴിവാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ എന്താണെന്നറിയോ? അവർക്ക് ലഭ്യമായ ഖുർആനിന്റെയും അവർക്ക് ലഭ്യമായ ഹദീസിന്റെയും വെളിച്ചത്തിൽ, ഖുർആന് പൂർണ്ണമായിട്ടുണ്ട്, ഹദീസ് പൂർണ്ണമായി ഇവരുടെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ മദ്ഹബ് വാദികൾ അല്ലെങ്കിൽ മദ്ഹബാണ് ശരി, മദ്ഹബ് മാത്രമേ ശരിയുള്ളൂ, മദ്ഹബ് പിൻപറ്റിയാൽ മാത്രമേ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്ന് വാദിക്കുന്ന ആളുകൾ ഒരിക്കലും നമുക്ക് പറഞ്ഞു തരാത്ത ഒരു സത്യമാണ് എന്ത്? മദ്ഹബിന്റെ ഇമാമുമാർ ജീവിച്ചത് ഹദീസ് ക്രോഡീകരണ കാലത്തിന് മുമ്പാണ് എന്നത്. ഇമാം ബുഖാരി ജീവിച്ചത് ഈ 4 മദ്ഹബിന്റെ ഇമാമുമാരുടെയും കാലശേഷമാണ്. ഇമാം മുസ്ലിം ജീവിച്ചത് അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഹദീസുകൾ ആ ഒരു അവസാന കാലഘട്ടത്തിൽ ആയപ്പോഴേക്കൊക്കെ ഒരുപാട് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മദ്ഹബു സുന്ന എന്ന് പറയുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് ഹംബലി മദ്ഹബാണ് സുന്നത്തിനോട് ഏറ്റവും കൂടുതൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മദ്ഹബ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇവർ സുന്നത്തിൽ നിന്ന് അകലാനുള്ള കാരണം. ബോധപൂർവം അകന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആളുകൾക്ക് ഫിഖ്ഹ് പറഞ്ഞു കൊടുക്കാൻ, ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീന് പറഞ്ഞു കൊടുക്കാൻ നബി ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നബിയോട് ചോദിച്ചാൽ മതി. യാ റസൂലല്ലാഹ്, യാ നബി അല്ലാഹ് എന്ന് പറഞ്ഞ മദീനത്തെ പള്ളിയിലേക്ക് ഓടിയാൽ മതി. അവിടെ നബി ഉണ്ടാവും, കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. നബിയുടെ കാലശേഷം ആരുണ്ടായിരുന്നു? പറഞ്ഞോളേ. സഹാബികൾ. സ്വഹാബിമാരുണ്ടായിരുന്നു. സ്വഹാബിമാര് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ് വമാ ഖാല സ്വഹാബ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അൽ ഇൽമ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് പറഞ്ഞത്, റസൂല് പറഞ്ഞത്, സ്വഹാബിമാര് പറഞ്ഞത്. ഈ അസലാം, സ്വഹാബിമാര് പറഞ്ഞത് ദീനിലെ അറിവാണ്, അൽ ഇൽമാണ്. അവര് പറഞ്ഞത് നമ്മൾ സ്വീകരിക്കണം. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ അത്രക്ക് മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അന്നുജൂമു അമനത്തുൽ ലിസമാ. നബിയുടെ മനോഹരമായ ഒരു വചനമുണ്ട്. എന്ത് രസാന്നറിയോ കേൾക്കാൻ? നക്ഷത്രങ്ങൾ ആകാശത്തിന് അലങ്കാരമാണ്, അതുപോലെ തന്നെ സുരക്ഷിതത്വവുമാണ്. ആ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണ ആകാശം പിന്നെ അവിടെ ഉണ്ടാവില്ല. അതുപോലെ അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബിമാർ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെ പോലെയാണ്. അമനത്തുല്ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിനുള്ള, അതായത് നമ്മളാണ് നബിന്റെ ഉമ്മത്ത് എന്ന് പറയുന്നത്. നമുക്കുള്ള അമനത്താണ്, സുരക്ഷിതത്വമാണ്, സംരക്ഷണമാണ്, അലങ്കാരമാണ്. ആര്? സ്വഹാബിമാർ. അപ്പൊ സ്വഹാബിമാർ നബിയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ചവരാണ്, നബിയെ കണ്ടവരാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച ആളുകളാണ്, നബിയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയവരാണ്. അപ്പൊ ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ നബിയുടെ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, അതിനുശേഷം ആയിഷ ബീവി ഉണ്ട്, അതിനുശേഷം ഇബ്നു അബ്ബാസ് ഉണ്ട്, ഇബ്നു ഉമർ ഉണ്ട്, പണ്ഡിതന്മാരായ സ്വഹാബിമാരുണ്ട്. മതത്തിനു വേണ്ടി അവർ ത്യാഗം സഹിച്ചു, അറിവ് നേടാൻ വേണ്ടി അവർ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു, അല്ലെ? ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഹദീസ് ഉണ്ട്, ഞാൻ സാന്ദർഭികമായി പറയട്ടോ. അദ്ദേഹം ഒരു ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് പരലോകത്ത് ആളുകൾ നഗ്നരായി കടന്നു വരുന്ന ഐഷ ബീവി റളിയല്ലാഹു പറഞ്ഞ ഒരു ഹദീസ്, അതിന്റെ സ്വീകാര്യത ഉറപ്പാക്കാൻ വേണ്ടി ഷാമിൽ നിന്ന്, മദീനയിൽ നിന്ന് ഷാം വരെ യാത്ര ചെയ്തു എന്നാണ്, സിറിയ വരെ യാത്ര ചെയ്തു. ഇന്നത്തെ പോലെ ഫ്ലൈറ്റോ ട്രെയിനോ ബുള്ളറ്റ് ട്രെയിനോ ഒന്നുമുള്ള സാഹചര്യമല്ല. എന്തിനാ വന്നത് ചോദിച്ചപ്പോ ഞാനിത് തഹ്കീക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്, അതിനുവേണ്ടി മാത്രമാണ് വന്നത്. അങ്ങനെ ഈ ദീനിനെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച ആളുകളാണ്. അവരുടെ കാലം കഴിഞ്ഞു, താബികളുടെ കാലം വന്നു. താബികളും ആരാണ്? ദീനിനു വേണ്ടി പ്രയത്നിച്ച ആളുകളാണ്. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവര് സ്വഹാബിമാരിൽ നിന്ന് നേരിട്ട് പഠിച്ച ആളുകളാണ്. ആയിഷ ഉമ്മയെ കണ്ടവരാണ്, നബിയെ കണ്ടിട്ടില്ല. അവര് താബിഉകൾ എന്ന് പറയും. അവർ വമൻ തബിഅഹും ബി ഇഹ്സാൻ, നമ്മൾ അവരെ കുറിച്ചാണ് പറയാ. സഹാബിമാർ കഴിഞ്ഞാൽ അവരുടെ അടുത്ത തലമുറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തലമുറ സംരക്ഷിക്കപ്പെട്ട തലമുറയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 തലമുറയെ കുറിച്ച് നബി അത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാലത്ത് വിജ്ഞാനം അവിടെ ഉണ്ടായിരുന്നു, അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നു, അവരുടെ നാവുകളിൽ നിന്ന് കാതുകളിലേക്ക് ഇതിങ്ങനെ പടർന്ന് പോയിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിയും തോറും ഇസ്ലാമിക സാമൂഹിക ഘടനയിൽ വലിയ മാറ്റം വന്നു. മുസ്ലിങ്ങൾ പല രാജ്യങ്ങളിലേക്കായി ചേക്കേറി താമസിച്ചു. പ്രവാചകൻ അതിന് അനുവാദം കൊടുത്തു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അതിന് അനുവാദം കൊടുത്തു. എവിടേക്ക് വേണമെങ്കിലും പോയി സഞ്ചരിക്കുകയും പ്രബോധനം നടത്തുകയും ജീവിത സന്ധാരണത്തിനുള്ള വഴികൾ തേടുകയും നിങ്ങൾക്ക് ചെയ്യാമെന്ന് റസൂലുള്ളാഹി അനുവാദം കൊടുത്തിട്ടുള്ളതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നമുക്കറിയാം, ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിന്റെ അധീനതയ്ക്ക് കീഴിലായി. 20 ഭൗതിക സാമ്രാജ്യങ്ങൾ ഒരൊറ്റ ആത്മീയ സാമ്രാജ്യത്തിന്റെ മുത്തുമാലയിൽ കോർത്ത മഹാനായ ഖലീഫയാണ് നമ്മുടെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കുന്നു, അപ്പൊ ആളുകൾ പല ഭാഗങ്ങളിലേക്കായി സഞ്ചരിക്കാൻ തുടങ്ങി. ഇപ്പൊ കൂഫയിൽ ആളുകൾ എത്തി തുടങ്ങി. കൂഫ എന്ന് പറഞ്ഞാൽ ഇറാഖിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഷാമിലേക്ക് ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇറാഖിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി. ഈജിപ്തിലേക്ക് ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി. ആ കാലത്ത് തന്നെ, പ്രവാചകന്റെ കാലത്ത് തന്നെ കച്ചവടത്തിന് വേണ്ടി കടന്നു വന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ലോകങ്ങളുടെ വിവിധ ഭാഗങ്ങൾ, സ്പെയിനിലെ മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും, അതുപോലെ തന്നെ അൾജീരിയയിൽ ഉണ്ടായിട്ടുണ്ട്, മൊറോക്കോയിൽ. അങ്ങനെ ഇസ്ലാമിക രാജ്യത്തിന്റെ വിസ്തൃതി വ്യാപിച്ചതോടുകൂടി ആളുകൾക്ക് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസം വന്നു തുടങ്ങി. അപ്പോ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായും ആ പ്രദേശത്താണ് ഏറ്റവും മതപരമായ ഖുർആനിലും സുന്നത്തിലും സ്വഹാബത്തിന്റെ വാചകങ്ങളിലും ഒക്കെ അറിവുള്ള ആള് അവരെ അവലംബിക്കാൻ തുടങ്ങി. താബികളെ പറ്റി കൂടുതൽ അറിയുന്ന ആളാരാണ്? ഇമാം അബൂ ഹനീഫ താബിഈ അല്ല എന്നാണ് ആധികാരികമായ വിവരണം. അപ്പൊ ഇമാം അബൂ ഹനീഫയാണ് അവിടെയുള്ള ഏറ്റവും കൂടുതൽ അറിവുള്ള ആള്. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇമാം അബൂ ഹനീഫയുടെ അടുക്കൽ പോയിട്ട് ചോദിക്കും. അപ്പം ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോ ആളുകൾ പറയാൻ തുടങ്ങി, അബൂ ഹനീഫ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇമാം മാലിക് അതുപോലെ മറ്റൊരു പ്രദേശത്തായിരുന്നു. അപ്പൊ മാലിക്കിനെ അനുധാവനം ചെയ്യാൻ തുടങ്ങിയ ആളുകൾ. അപ്പം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ ഈ മാലിക്കിന്റെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെയാണ് എന്ന് പറയാൻ തുടങ്ങി. അന്ന് അവരൊരിക്കലും ഇതാണ് ശരി, ഇതിനപ്പുറം ശരിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ മതവിധികൾ പുറപ്പെടുവിച്ചു. ആ മതവിധികളാണ് ആ സമൂഹത്തിന്റെ മതമായി മാറിയത്. ആ മതവിധികളാണ് ഫ്രൂഇയായ വിഷയങ്ങളിൽ ഒക്കെ, ഏറ്റവും മേജറായ വിഷയങ്ങളിലല്ല കേട്ടോ. ഇപ്പൊ തൗഹീദ് പോലുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് കൃത്യമായ ധാരണയും വ്യക്തതയും ഉണ്ടായിരുന്നു. ചെറിയ ചില കാര്യങ്ങൾ, മതപരമായ ഫ്രൂഇയായ വിഷയങ്ങൾ എന്നൊക്കെയാണ് അതിന് പറയാ, ശാഖാപരമായ വിഷയങ്ങളിലൊക്കെ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അപ്പം ചില പ്രദേശത്ത് നിന്ന് ചില ആളുകൾ കടന്നു വന്ന് ഹദീസുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ തിരുത്തും. ഇപ്പൊ ഇമാം ഷാഫി തന്നെ ജദീദായ കൗലും ഖദീമായ കൗലും ഉണ്ട്. ഖദീമായ കൗൽ എന്ന് പറഞ്ഞാൽ പഴയ കൗലിനാണ്, പഴയ സംസാരം, പഴയ അഭിപ്രായം. ജദീദായ കൗൽ എന്ന് പറഞ്ഞാൽ പുതിയ അഭിപ്രായം. അതെന്തുകൊണ്ടാണ്? പുതിയ കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ നമുക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ വിശ്വസിച്ച കാര്യങ്ങളാണോ, ചെറുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണോ? അപ്പൊ അങ്ങനെയല്ല, കാലം മാറുന്നതിനനുസരിച്ച്, അറിവുകൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി പോരാണ്. അപ്പൊ ഞാൻ ഇത്രയും ആമുഖം മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, എനിക്ക് തോന്നുന്നു മദ്ഹബി ചിന്താധാരകളിൽ നിന്ന് മോചിതമായി ഒരു വിപ്ലവം കണക്കെ
നമസ്കാരത്തെ നോക്കിക്കാണേണ്ടത് മദ്ഹബിന്റെ വഴിയിലൂടെ അല്ല, പ്രവാചകനിൽ നിന്ന് നേരിട്ടാണ്, ആ പ്രവാചകനിൽ നിന്നുള്ള ഹദീസുകളിൽ നിന്നാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച, അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് മഹാനായ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി. ആ അർത്ഥത്തിൽ പുറത്തിറക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കും. ആ അർത്ഥത്തിൽ പുറത്തിറക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സിഫത്തു സലാത്തു നബി എന്ന് പറയുന്ന ഈ പുസ്തകം. മിന തക്ബീരി ഇല തസ്ലീം കഅന്നക തറാഹ. അത് ആ പുസ്തകത്തിന്റെ അറബി പതിപ്പിന്റെ കവർ ചട്ടയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു എസ് ടൈപ്പ് ചെയ്തോളൂ. ആളുകള് ഇരുന്ന് മുഷിയാൻ പാടില്ലല്ലോ. കുറച്ച് സ്പീഡിൽ പോകണം ഇനി. യെസ്, ഓക്കെ. അടുത്ത സ്ലൈഡ് കാണിച്ചു തന്നാൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു, അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുക. അതൊന്ന് വായിക്കോ ആരെങ്കിലും. ആരാ വായിക്കുമെന്ന്? ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണിത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ നടന്നു വരുന്ന നമസ്കാരങ്ങളിൽ മിക്കതും പ്രവാചക ചര്യയിൽ നിന്ന് ബഹുദൂരം വ്യതിചലിച്ചതും അനാചാരങ്ങൾ നിറഞ്ഞതുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ സ്വഹീഹായ ഹദീസുകളുടെ വെളിച്ചത്തിൽ അവതരിപ്പിക്കുകയാണ് ഈ കൃതിയിൽ. അടുത്ത സ്ലൈഡ്. ഇത് എഴുതിയ ആള് മുഹമ്മദ് നാസറുദ്ദീൻ അൽ അൽബാനി എന്ന് പറയുന്ന ആളാണ്. അതാരോ ഒന്ന് വായിക്കാം, അദ്ദേഹത്തെ കുറിച്ച് ഒരു ഷോർട്ട്. വായിച്ചോളൂ പെട്ടെന്നാട്ടെ. മുഹമ്മദ് പ്രശസ്തനായ ഒരു അൽബേനിയൻ സലഫി ഹദീദ് പണ്ഡിതനാണ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി. വർഷം അൽബേനിയക്കാരനാണ്. അൽബേനിയിൽ നിന്ന് അദ്ദേഹം താമസം മാറ്റാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ അഹമ്മദ് സോഗു എന്ന് പറഞ്ഞ ഭരണാധികാരി വരികയും അദ്ദേഹം പാശ്ചാത്യ ജീവിത രീതികളൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പം മതത്തിന്റെ സംരക്ഷണാർത്ഥം പല ആളുകളും അവിടുന്ന് നാടുവിടാൻ തുടങ്ങി. അക്കൂട്ടത്തില് അൽബാനിയുടെ പിതാവ് ഉണ്ടായിരുന്നു. ദരിദ്രരായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ പേര് യഥാർത്ഥത്തിൽ അബു അബ്ദുറഹ്മാൻ മുഹമ്മദ് നാസറുദ്ദീൻ ബിൻ നൂഹ് ബിൻ ആദം നജാത്തി അൽ അൽബാനി എന്നാണ്. അറബികൾ ഇങ്ങനെ വലിയ പേരൊക്കെ പറയും, നമ്മൾ അത് കേട്ട് പഠിക്കൊന്നും വേണ്ട. നാസറുദ്ദീൻ എന്നാണ്, മുഹമ്മദ് നാസറുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അൽബാനി എന്ന് പറയാൻ കാരണം എന്താ അൽബാനി എന്ന് പറയാൻ കാരണം? അൽബേനിയക്കാരനായ, അത്രേ ഉള്ളൂ കേട്ടോ. ആ സ്ഥലത്തിലേക്ക് ചേർത്ത് പറഞ്ഞു. ഇന്ത്യക്കാരൻ എന്താ പറയാ? അപ്പൊ ഹിന്ദി എന്ന് പറയും. ഹിന്ദി അങ്ങനത്തെ ഹിന്ദി എന്ന് പറയും അറബികൾ. മദ്രാസി എന്ന് പറയും. മദ്രാസ്, അതായത് ചെന്നൈയുടെ പഴയ ഒരു മദ്രാസ്, ആ അർത്ഥത്തിലാണ് മദ്രാസി. ഹിന്ദി, സൗദി എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിലാണ്. അറബിയിൽ അങ്ങനെയാണ് പറയാം. ദമാസ്കസിലാണ്, അതായത് ഡമസ്കസിലാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ജീവചരിത്രം വളരെ വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകം നമ്മൾ സെലക്ട് ചെയ്യാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇത് ഒരുപാട് ആളുകൾ ഇത് പുറത്തിറങ്ങുന്നതിന് മുമ്പേ പരിശോധിച്ച് ഇതിൽ തെറ്റുകളില്ല എന്ന് തഹ്കീക്ക് ചെയ്ത അല്ലെങ്കിൽ ഉറപ്പിച്ച ഒരു പുസ്തകം കൂടിയാണ്. മരിച്ചുപോയ മഹാനായ സക്കരിയ സ്വലാഹി, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ കൂടിയാണ്. അദ്ദേഹം പരിശോധിച്ച ഒരു പുസ്തകമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ്, അദ്ദേഹം PhD എടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് നാസറുദ്ദീൻ അൽബാനിയുടെ ജീവചരിത്രവും അദ്ദേഹം ഹദീസ് രംഗത്ത് നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഉള്ളതാണ്. അപ്പം അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്, അടുത്ത പേജ് കാണിച്ചോളൂ, അദ്ദേഹത്തിന്റെ ഒരു ജീവിത രേഖയാണ്. അത് മാറ്റിക്കോളൂ, അടുത്ത് കാണിക്കാം. ഇത് ഞാൻ PDF നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ അദ്ദേഹത്തിന് ഹദീസ് പഠനം ഉണ്ടാകുന്നത് മദീന യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ അധ്യാപകനായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. 3 വർഷം കുലിയത്തുൽ ഹദീസ്. മദീന യൂണിവേഴ്സിറ്റിയിൽ 4 കുലിയകളാണ് പ്രധാനമായുള്ളത്. കുലിയത്തുൽ ലുഗ, കുലിയത്തു ശരിയ, കുലിയത്തു ഖുർആൻ, അതുപോലെ തന്നെ കുലിയത്തുൽ ഹദീസ്. ഇങ്ങനെ 4 കുലിയകളാണുള്ളത്. അതിൽ കുലിയത്തുൽ ഹദീസിലെ അധ്യാപകനായിട്ടാണ് അദ്ദേഹം
നിയമിക്കപ്പെട്ടത്. മദീനയിലെ ജാമിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞ വിഖ്യാതമായ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ സനദ് പരമ്പരകളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകളെ വേർതിരിക്കുന്ന പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ ഹദീസുകളെ അദ്ദേഹം നിരൂപണം നടത്തി. അതുപോലെ തന്നെ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പണ്ഡിതന്മാരെയൊക്കെ അദ്ദേഹം നിരൂപണം നടത്തി. റിയാദുസ് സ്വാലിഹീൻ, ഫിഖ്ഹ് സുന്ന തുടങ്ങിയ അന്നത്തെ പാഠപുസ്തകങ്ങളായിരുന്ന ഒരുപാട് പുസ്തകങ്ങളെ ഒക്കെ അതിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ട പല ലൈഫായ ഹദീസുകളെ കൂടി പുറത്തു കൊണ്ടുവന്ന ആളാണ് ഇമാം അൽബാനി എന്ന് പറയുന്നത് കേട്ടോ. ആ രണ്ടാമത്തെ പാരഗ്രാഫ് ആരാ ഒന്ന് വായിക്കാം? വ്യാജവും ദുർബലവുമായ ഹദീസുകളെ പറ്റി വിവരിക്കുന്ന നിരവധി വാള്യങ്ങൾ തന്നെ അദ്ദേഹം എഴുതി. ദുർബലവും വ്യാജനിർമ്മിതവുമായ ഹദീസുകൾ സമുദായത്തിൽ അവയുടെ സ്വാധീനവും എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. പ്രബലമായ ഹദീസുകളെ പറ്റി വേറൊരു ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട്. ഹിജാബുൽ മറഅത്തിൽ മുസ്ലിമ, സിഫാത്തി സ്വലാത്തിൻ നബിയ, അഹ്കാമുൽ ജനായിസ്, ആദാബുസ്സിഫാ, തമാമൽ മിന്ന തുടങ്ങിയ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങൾ അൽബാനി രചിച്ചു. 1999 ഒക്ടോബർ 4 85 വയസ്സിൽ നിര്യാതനായി. കാണുന്നുണ്ട്, എല്ലാവർക്കും കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നമായിരിക്കും, റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ആ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ പേര് ആരെങ്കിലും ഒന്നും കൂടി പറയോ? ഹിജാബുൽ മറഅത്തിൽ മുസ്ലിമ, സിഫാത്തി സ്വലാത്തുൻ നബിയ, അഹ്കാമുൽ ജനായിസ്, പിന്നെ ഹിജാബുൽ മർഅത്തിൽ മുസ്ലിമ എന്ന് പറഞ്ഞത് കോളിളക്കം ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ്. ഒരു മുസ്ലിം പെണ്ണിന്റെ ഹിജാബ് എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ച പുസ്തകമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പുസ്തകം എല്ലാവർക്കും അറിയാം, ഏതാണത്? നമ്മുടെ ബുക്ക്. ഞാനിത് നിങ്ങളൊരു പരിചയമില്ലാത്ത രീതിയിൽ വായിച്ചു കൊണ്ടപ്പോഴേ, എന്താണ് നമ്മുടെ ബുക്കിന്റെ പേരെന്താണ്? കേട്ടോ. പിന്നെ അഹ്കാമുൽ ജനായിസ് എന്ന് പറഞ്ഞാല് പിന്നെ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട മര്യാദകള്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ എത്ര പറഞ്ഞാലും നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എപ്പോഴും വിശ്വാസം. അപ്പൊ അത്തരം വിശ്വാസങ്ങളെ ഹദീസിന്റെ വെളിച്ചത്തിൽ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കിയ ഒരു ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ആദാബു സിഫാഫ്, വൈവാഹിക മര്യാദകൾ. കിടപ്പറയിൽ മുതൽ ഒരു പിന്നെ സ്ക്രീനിൽ ആരോ കളിക്കുന്നുണ്ട്. കിടപ്പറയിൽ മുതൽ പിന്നെ മഹർ മുതൽ തൊലാഖ് മുതൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. തമാമുൽ മിന്ന തുടങ്ങിയ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. സ്വഹീഹു പിന്നെ അഹ്മദ്, ലൈഫ് അഹ്മദ്, സ്വഹീഹ് പിന്നെ തിർമദി, ലൈഫ് തിർമദി എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളെ പോലും അദ്ദേഹം രണ്ടായി എന്ത് ചെയ്തിട്ടുണ്ട്? വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിമുമാണ് പിന്നെ ലൈഫായ ഹദീസുകൾ ഇല്ലാത്തത്. പ്രധാനമായും കൊടുത്ത ഹദീസുകളിലൊന്നും ലൈഫായതില്ല. അസഹു കിതാബിൻ ബഅദ കിതാബില്ല എന്നാണ് ഇമാം ബുഖാരി ക്രോഡീകരിച്ച ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഇമാം ഷാഫി ആവട്ടെ, മാലിക് ആവട്ടെ, അഹ്മദ് ബിൻ ഹംബൽ ആവട്ടെ, പിന്നെ അബൂ ഹനീഫ ആവട്ടെ, ഇവരൊക്കെ ഹദീസ് ക്രോഡീകരണത്തിന് മുമ്പുള്ള ആളുകൾ ആയിരുന്നു. അവർ പഠിപ്പിച്ച നമസ്കാരക്രമവും അവർ പഠിപ്പിച്ച നമസ്കാരത്തിന്റെ കാര്യങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ പിന്നെ പ്രാഥമികമായ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നും മാറ്റില്ല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ഓലോവിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കൈ എവിടെ കെട്ടണം എന്നുള്ള വിഷയത്തിൽ ഇമാം മാലിക്കിന്റെ ആളുകൾക്ക്, ആ മദ്ഹബിനെ പിന്തുടരുന്ന ആളുകൾ കൈ കെട്ടാറില്ല എന്നുള്ളതാണ്. ആക്ച്വലി അവർ കൈ കെട്ടാറില്ല എന്നുള്ളതാണ്. ഇപ്പം ഷാഫി ഫിഖിലൊക്കെ പറയുമ്പോൾ അത് വയറിൽ കെട്ടണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ സാധിക്കും. അപ്പം അവരൊക്കെ ഫിഖ് പിന്നെ പഠിപ്പിച്ചു കൊടുത്തത്, ദീന് പഠിപ്പിച്ചു കൊടുത്തത് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പായിരുന്നു. അപ്പൊ അവർക്ക് കിട്ടിയ ഹദീസുകളുടെ എണ്ണത്തിൽ പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ നാസറുദ്ദീൻ അൽബാനിയെ പോലുള്ള മഹത്തായ ഒരു വ്യക്തി ജീവിച്ചത് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടതിന് ശേഷമാണ്. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഫിഖ്ഹി ദർശനം എന്ന് പറയുന്നത് ഹദീസുകളുമായി ബന്ധിതമായിട്ടുള്ളതാണ്. അതാണ് അതായത് മുഖദ്ദിമയിൽ ഊന്നി പറയുന്നത്. ഞാൻ ഏതെങ്കിലും മദ്ഹബുമായി ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ടല്ല എന്റെ ഈ ഗ്രന്ഥം, നമസ്കാരവുമായി ബന്ധപ്പെട്ട ഫിഖ് ഞാൻ പറയാൻ പോകുന്നത്, മറിച്ച് ഹദീസുകളാണ് എനിക്ക് ഉദ്ധരിക്കാനുള്ളത്. ഈ ഹദീസുകളാണ് എനിക്ക് ഉദ്ധരിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പണ്ഡിതന്മാരുടെ, അതായത് ഇമാം അബൂ ഹനീഫയുടെയും ഇമാം മാലിക്കിന്റെയും ഇമാം ഷാഫിയുടെയും
ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെയും ഒക്കെ വാക്കുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇദാ സഹൽ ഹദീദു ഫഹുവ മദ്ഹബി എന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്. ഇമാം അബൂ ഹനീഫയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ ഈ ഗ്രന്ഥത്തിൽ കൃത്യമായി പുസ്തക ക്രമീകരണം എന്ന് പറയുന്ന ആ ഭാഗം മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇമാമുമാരും അതവരെ എവിടെ പറഞ്ഞു, ഏത് കിതാബിൽ പറഞ്ഞു, ഏതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അബൂ ഹനീഫ പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇമാം മാലിക് ബിൻ അനസ് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഷാഫി പറഞ്ഞത്, എങ്ങനെ ഓരോരുത്തർ പറഞ്ഞത്, അത് ഏത് പുസ്തകങ്ങളിലാണ്, അതിന്റെ റെഫറൻസ് എന്താണ്, അവിടെ ഒരു വരയിട്ടിട്ട് അതിന് താഴെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരൊരാളും പറഞ്ഞിട്ടില്ല ഹദീസിന് വിരുദ്ധമായി മദ്ഹബ് സ്വീകരിക്കണം എന്ന്. എല്ലാവരും പറഞ്ഞത് എന്താണ്? മദ്ഹബിന് വിരുദ്ധമായി ഹദീസ് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മദ്ഹബിന് വിരുദ്ധമായി ഹദീസ് കണ്ടാൽ അതിനെ സ്വീകരിക്കണം എന്നാണ് മദ്ഹബിന്റെ ഇമാമുമാർ തന്നെ പറഞ്ഞത് എന്ന്. അപ്പൊ മദ്ഹബ് ഗ്രന്ഥങ്ങളെ അത്ര ആഴത്തിൽ പഠിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പുസ്തകം ഇറങ്ങിയതിനു ശേഷം ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് മറുപടികളും ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു അധ്യായമാണിത്, തെറ്റിദ്ധാരണകളും അവക്കുള്ള മറുപടിയും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതില് നിങ്ങൾക്ക് വായിച്ചു നോക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അതില് ഓരോ വിമർശനങ്ങളെയും പിന്നെ വളരെ ആധികാരികമായി തന്നെ പണ്ഡിതോചിതമായി തന്നെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മദ്ഹബിനെ റദ്ദ് ചെയ്തുകൊണ്ട് ഹദീസിലേക്ക് ഞാൻ പോയത്? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ലോകത്തുള്ള എല്ലാവരും മദ്ഹബുവാദികളായ, ലോകത്തുള്ളവരെ എല്ലാവരും മദ്ഹബിനെ അനുധാവനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ട് പറയാണ്, ഞാൻ മദ്ഹബിനെ റദ്ദ് ചെയ്തുകൊണ്ട് മദ്ഹബിന്റെ ഇമാമുമാർ സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഹദീസിനെ ഞാൻ സ്വീകരിക്കുന്നു, ആ ഹദീസിനെ അവലംബിച്ചുകൊണ്ട് ഞാനിതാ നമസ്കാരം, നബിയുടെ നമസ്കാരം നിങ്ങൾക്ക് നോക്കിക്കാണാൻ പാകത്തിന് ഞാൻ എഴുതുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെയുള്ള മദ്ഹബിന്റെ ഇമാമുമാരും മദ്ഹബിന്റെ അനുയായികളും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. പുസ്തകത്തിലെ കണ്ടന്റ് ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ 72-ാമത്തെ പേജ് മുതൽ അല്ലെങ്കിൽ 70-ാമത്തെ പേജ് മുതലാണ്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറയിൽ നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം തക്ബീർ മുതൽ തസ്ലീം വരെ നിങ്ങൾ നോക്കി കാണുന്ന രൂപത്തിൽ എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കഅബയെ മുന്നിടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി. എങ്ങനെയാണ് കഅബയെ കണ്ടെത്തുക? ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കഅബയെ കണ്ടെത്താൻ ഏറ്റവും വലിയ വഴി എന്താണ്? ആരെങ്കിലും ഒന്ന് പറയാം. കറക്റ്റ്, അത് മതി. നമ്മൾ ഒരു കാലത്ത് ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാര സമയമായോ എന്ന് നോക്കിയിരുന്നത്, പിന്നെ അതുപോലെ തന്നെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നത് എങ്ങനെയാണ്? നമസ്കാരത്തിന്റെ സമയമായോ എന്ന് എങ്ങനെയാണ് അറിഞ്ഞിരുന്നത്? വെയില് നോക്കിയിട്ടാണ് അല്ലെ? സൂര്യാസ്തമയം, വെയിൽ. ഇപ്പൊ നമ്മൾ എങ്ങനെ നോക്കാറുള്ളത്? വാച്ചിൽ നോക്കിയിട്ടാണ് അല്ലെ? കലണ്ടറിൽ നോക്കാം, വാച്ചിൽ നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അത് അനുവദനീയമാണ്. കാരണം നമ്മുടെ കാലത്ത് ഇതാണ് ഫിഖ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിഖ് എന്ന് പറയുന്നത്. അതൊന്നും പാടില്ല. വെയിലത്ത് വടി കുത്തി നാട്ടി നോക്കി അതിന്റെ നിഴലിന്റെ നീളം ഇരട്ടിയാകുമ്പോഴേ അസ്ര നിസ്കരിക്കാൻ പാടുള്ളൂ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ പണ്ഡിതന്മാർ പഠിച്ച് ശാസ്ത്രവും മതവും ഒക്കെ സംയുക്തമായി പുറത്തിറങ്ങുന്നതാണ് നമ്മുടെ കലണ്ടറും മറ്റു കാര്യങ്ങളൊക്കെ. ചന്ദ്രന്റെയും സൂര്യന്റെയും ചലനത്തിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കാൻ കഴിയുന്ന ടെക്നോളജികളാണ് നമ്മുടെയൊക്കെ കാലത്തുള്ളത്. നമ്മൾ കാണുന്നോ കാണുന്നില്ലേ എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം വരുന്നത് മാസം കാണുന്നിടത്തൊക്കെ. അപ്പൊ കണ്ടാലേ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രവാചക നിർദ്ദേശമാണ്. അതങ്ങനെ തന്നെ പാടുള്ളൂ. പ്രവാചകൻ പറയാത്ത ഒരു കാര്യത്തിൽ, അതേ പാടുള്ളൂ എന്ന് പറയാത്ത ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള വഴികളെ. ഇപ്പൊ കിബില ഫൈൻഡർ ഉപയോഗിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് പറഞ്ഞിട്ട് പോവാം. നമ്മള് മതഗ്രന്ഥങ്ങളിൽ മാത്രമല്ല മതവുമായി ബന്ധപ്പെട്ട ആധുനിക സംവിധാനങ്ങളെ കൂടി പരിചയപ്പെടുത്തുന്നതാവണം ഈ ക്ലാസ് എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവരും ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സ് ഉണ്ടാവും. അത് എടുക്കുക. ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് കൂടെ ഓഫാക്കി പോയത് കേട്ടോ, അവിടെ ഇവിടെ ഞെക്കിയാണ്ട്. എന്നിട്ട് അതിൽ കിബില ഫൈൻഡർ എന്നടിച്ചാൽ മതി. കിബില ഫൈൻഡർ.
കിബില ഫൈൻഡർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കിബില ഫൈൻഡർ അതാണ് അവിടെ ഒരു പിന്നെ വയലറ്റ് നിറത്തിൽ കാണാൻ സാധിക്കും. ഒന്ന് കാണിച്ചു കൊടുക്കാം. അതന്നെ കിബില ഫൈൻഡർ. അത് ലാപ്ടോപ്പ് ആകുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവും. മൊബൈലിലാണ്. മൊബൈലൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല. കിബില ഫൈൻഡർ എടുത്തു കഴിഞ്ഞാല് നമുക്ക് ലെറ്റ്സ് ഗോ എന്ന് പറയും. അപ്പൊ ഇംഗ്ലീഷ് ആണ് ഭാഷ. താഴെ ഭാഷ പിന്നെ പ്രശ്നമുള്ളവർക്ക് മാറ്റി കൊടുക്കും. നോർമലി ഇംഗ്ലീഷ് ആണ് വരിക. ലെറ്റ്സ് ഗോ എന്ന് കാണിക്കും. ഓക്കെ, ലെറ്റ്സ് ഫേസ് കിബില. ഗോട്ട് ഇറ്റ് എന്നുള്ളതിൽ കൊടുത്തു പോയാൽ മതി. അപ്പോ നമ്മുടെ സ്ക്രീനിൽ എന്ത് കാണും? കിബിലയുടെ ഭാഗത്തല്ല എങ്കിൽ നമുക്ക് കിബില ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്ക് ഒരു ആരോ മാർക്ക് ഇങ്ങനെ കാണിക്കും. ആ ആരോ മാർക്കിലേക്ക് ഇങ്ങനെ ഫോൺ നമ്മൾ തിരിച്ചു കഴിഞ്ഞാല് ഒരു വര കാണിക്കും. എന്നിട്ട് നമുക്ക് അതിൽ കിലോമീറ്റർ വരെ കാണിച്ചു തരും. എത്ര കിലോമീറ്റർ ഉണ്ട്? 4103 കിലോമീറ്റർ ഉണ്ട് ഞാൻ ഇരിക്കുന്ന അവിടെ നിന്ന് കിബിലിന്റെ അടുത്തേക്ക്. എത്ര ആൾക്കാർക്ക് കിട്ടി? കിട്ടിയ ആൾക്കാരൊന്ന് കമന്റ് ചെയ്യും. വന്നിട്ട് ആ പൊസിഷനിൽ മൊബൈൽ കറക്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് ആ പൊസിഷനിലേക്ക് മുസല്ല ഇടുക, നിസ്കരിക്കുക. ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു നിൽക്കുക, നിസ്കരിക്കുക. ഇത്ര പണിയുള്ളൂ. നമ്മൾ പണ്ട് കാലത്ത് വടക്ക് നോക്കിയ യന്ത്രമൊക്കെ വെച്ച് അല്ലെ ഈദ്ഗാഹൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള പല ആളുകൾക്കും അറിയാം എന്തെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് വെക്കുക. ഇത് വെച്ച് കറക്റ്റ് ആണിത്. കാരണം ഇത് GPS സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ലൊക്കേഷനും കാബയുടെ ലൊക്കേഷനും ഒക്കെ കിബില ഫൈൻഡർ എന്ന് അടിച്ചാൽ മതി. കിട്ടിയ ആളുകളൊന്ന് ഇത് ചെയ്യും, കമന്റ് ചെയ്യും. ഞാൻ ഇന്ന് തിരിച്ചു വരും. ഈ സ്ക്രീനിൽ കാണുന്നത് ലാപ്ടോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. മൊബൈലിലാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. കാരണം GPS കാര്യങ്ങളൊക്കെ ആ സ്ക്രീൻ മാറ്റി. ഗോട്ട്. ഓക്കെ, വെരി ഗുഡ്. തസ്നീം റഫീഖ് കിട്ടി എന്ന് പറയുന്നുണ്ട്. പിന്നെ ആർക്കാ കിട്ടിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിനായി നിന്നാൽ നിർബന്ധ നമസ്കാരത്തിലും ഐച്ഛിക നമസ്കാരത്തിലായാലും കഅബയെ അഭിമുഖീകരിക്കുമായിരുന്നു. മുത്തവാത്തിറായ ഒരു ഹദീസാണിത്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പരമ്പരകളിലൂടെ വന്നതാണ് കഅബയെ മുന്നിടണം എന്നുള്ളത്. അവിടുന്ന് മോശമായി നമസ്കരിച്ച വ്യക്തിയോട് കൽപ്പിച്ചു, നീ നമസ്കാരത്തിനായി നിന്നാൽ പരിപൂർണമായി വുദു ചെയ്യുകയും പിന്നെ ഖിബിലയുടെ നേരെ തിരിയുകയും എന്നിട്ട് തക്ബീർ ചൊല്ലുകയും ചെയ്യാണ്. മനസ്സിലായില്ലേ? ഖിബിലക്ക് നേരെ തിരിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് തുടങ്ങാൻ പാടുള്ളൂ? തുടങ്ങാൻ പാടുള്ളൂ. എന്നാൽ യാത്രയിലാണെങ്കിലോ? യാത്രയിലാവുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത്, എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത്, അങ്ങോട്ട് തിരിഞ്ഞിട്ട് നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. കാരണം നബി ഐച്ഛിക നമസ്കാരങ്ങളും വിത്തറും ഒക്കെ വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞോ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് കിഴക്കോ പടിഞ്ഞാറോ നമസ്കരിക്കും. വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം സുജൂദും റുക്കുവും ചെയ്യുമായിരുന്നു. ഹദീസുകൾ വന്നിട്ടുണ്ട്. കുറെ ആളുകൾ കിട്ടി അല്ലെ? അപ്പോ ഇത് ആദ്യമായിട്ട് പരിചയപ്പെട്ട ആളുകൾ ഉണ്ടാവും, ഓൾറെഡി അറിയുന്ന ആളുകൾ ഉണ്ടാവും. ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എവിടെ പോയാലും നമുക്ക് കിബില ഫൈൻഡ് ചെയ്യാൻ. ഇപ്പൊ ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്ന വിനോദയാത്രകളൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും കിബില എന്താ, പണ്ടത്തെ ആളുകളൊക്കെ ചോദിച്ചാൽ അറിയുന്നു കിബില. ഇപ്പോഴത്തെ ആളുകൾ കിബില എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളുടെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ എയർപോർട്ടിൽ നമുക്ക് വിശ്രമിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കിബില ഫൈൻഡ് ചെയ്തിട്ട് അങ്ങനെ നിസ്കരിക്കാവുന്നതാണ് കേട്ടോ. ശരി, അപ്പം ഇതാണ് ഒന്നാമത്തെ കാര്യം, കിബിലയെ കണ്ടെത്തുക എന്നുള്ളത്. കിബില പിന്നെ കിബിലക്ക് അഭിമുഖമായിട്ടാണ് നിസ്കരിക്കേണ്ടത്. സലാത്തുൽ ഖൗഫ് അതിൽ നിന്ന് ഭിന്നമായി നിസ്കരിക്കാം. യാത്രയിൽ നമസ്കാരങ്ങളൊക്കെ അതിൽ നിന്ന് ഭിന്നമായി നമസ്കരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇനി ഉള്ള പാഠഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ, അതിന്റെ പ്രാർത്ഥനകളിലേക്കും ഒക്കെ പോകണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമാണ്. അപ്പം പല ആളുകൾക്കും കിട്ടിയിട്ടില്ല എന്നറിയാം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ടെക്സ്റ്റ് ബുക്കിന് ശേഷം അവതരിപ്പിക്കാവുന്നതാണ്. ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ എല്ലാവിധ നമ്മുടെ സ്വാലിഹായ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രതിഫലാർഹമായ കർമ്മമായി മാറ്റട്ടെ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിൽക്കാനും പഠിപ്പിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഹൃദയവിശാലതയോടുകൂടി പിന്നെ നാവിനൊന്നും കെട്ടിക്കൊടുക്കില്ലാതെ
ആശയപരമായ ബുദ്ധിമുട്ടുകളില്ലാതെ വ്യക്തമായി അത് പഠിപ്പിക്കാനൊക്കെ ഉള്ള ഒരു തൗഫീഖിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെയൊക്കെ കുടുംബജീവിതവും ഭൗതിക ജീവിതവും അതുപോലെ തന്നെ പരലോക ജീവിതവും ഒക്കെ ധന്യമാകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നമ്മളെ കൂടി ചേർത്ത് വെക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും പറയാൻ